അർമേനിയയും അസർബൈജാനും പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിലാണ് സുപ്രധാന സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അർമേനിയയും അസർബൈജാനും എല്ലാ യുദ്ധങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കാനും വാണിജ്യം, യാത്ര, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ പുനരാരംഭിക്കാനും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കാനും പ്രതിജ്ഞാബദ്ധരാണെന്ന് ട്രംപ് ചടങ്ങിൽ പറഞ്ഞു. ഇരു നേതാക്കളും തമ്മിൽ മികച്ച ബന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞ ട്രംപ് ഒരു സംഘർഷമുണ്ടായാൽ അവർ തന്നെ വിളിക്കുമെന്നും അത് പരിഹരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ മധ്യസ്ഥത അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുക്കുമെന്ന് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൺ പഷിനെയും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പറഞ്ഞു. 3 പതിറ്റാണ്ടിലേറെയായി യുദ്ധത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ഒപ്പുവയ്ക്കലിനെ അലിയേവ് പ്രശംസിച്ചു. ട്രംപിന് സമാധാന നോബൽ പുരസ്കാരം നൽകണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് പഷിനീനുമായി ചേർന്ന് നോബൽ കമ്മിറ്റിക്ക് ഒരു സംയുക്ത അഭ്യർത്ഥന അയക്കാമെന്ന് അലിയേവ് വാഗ്ദാനം ചെയ്തു. പ്രസിഡന്റ് ട്രംപിനല്ലാതെ മറ്റാർക്കാണ് നോബൽ സമാധാന പുരസ്കാരത്തിന് അർഹതയെന്നും അദ്ദേഹം ചോദിച്ചു. അസർബൈജാനുമായുള്ള US സൈനിക സഹകരണത്തിലെ നിയന്ത്രണങ്ങൾ നീക്കിയതിന് അലിയേവ് ട്രംപിന് നന്ദി പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നത്. സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാനും പുതിയ യുഗത്തിന് തുടക്കമിടാനും വഴിയൊരുക്കുമെന്ന് പഷിനൻ പറഞ്ഞു. സമാധാന ദൂതനായ ട്രംപില്ലാതെ ഈ മുന്നേറ്റം സാധ്യമാകുമായിരുന്നില്ലെന്നും US പ്രസിഡന്റ് നൊബേലിന് അർഹനാണെന്നും പഷിനൻ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിന്റെ വിശദാംശങ്ങളും അതിന്റെ നിയമപരമായ സാധ്യതയും പുറത്തു വന്നിട്ടില്ല. അസർബൈജാനെ അവരുടെ ബാഹ്യപ്രദേശമായ നഖ്ചീവാനുമായി ബന്ധിപ്പിക്കുന്നതിന് അർമേനിയയിലൂടെ ഒരു ഗതാഗത ഇടനാഴി സ്ഥാപിക്കുന്നത് കരാറിൽ ഉൾപ്പെടുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഇടനാഴിയുടെ വികസനാവകാശങ്ങൾ അമേരിക്കയ്ക്കായിരിക്കും. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അർമേനിയയും മുസ്ലിം ഭൂരിപക്ഷമുള്ള അസർബൈജാനും പതിറ്റാണ്ടുകളായി വൈരത്തിലും കലഹത്തിലും ആയിരുന്നു. തർക്കപ്രദേശമായ കാരബാഗിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും 2 തവണ യുദ്ധവും ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ ഒരു സമഗ്ര സമാധാന ഉടമ്പടിയുടെ ഉള്ളടക്കത്തിൽ അസർബൈജാനും അർമേനിയയും ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് രേഖകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് കാരബാഗിമേലുള്ള പ്രാദേശിക അവകാശവാദങ്ങൾ ഉപേക്ഷിക്കാൻ അർമേനിയയുടെ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അസർബൈജാൻ മുന്നോട്ട് വെച്ചു.